ഇറാൻ തീരാൻ ഇനി വെറും 2 ആഴ്ച മാത്രം. അമേരിക്കയും ഇസ്രായേലും ഒരുങ്ങിക്കഴിഞ്ഞു. ഇറാന്റെ നാശം തുടങ്ങിയോ? അതായത് ഇന്നലെ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ വീക്കെൻഡിൽ, അതായത് വെള്ളി, ശനി, ഞായർ ഏതെങ്കിലും ഒരു ദിവസം അമേരിക്ക ഇറാനിന് മേൽ വ്യോമാക്രമണം നടത്തുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നത്. അതായത് അമേരിക്കയുടെ സുരക്ഷാ സമിതി യോഗത്തിൽ ട്രംപിന് ഇത് സംബന്ധിച്ചുള്ള ഒരു രൂപരേഖ അമേരിക്കൻ സേന കൊടുത്തു, പെൻറ്റഗൺ കൊടുത്തു. അപ്പോൾ അത് പ്രകാരം ട്രംപ് ഒരു യെസ് പറഞ്ഞിട്ട് താമസം മാത്രമേ ഉള്ളൂ. ബാക്കി സംവിധാനങ്ങളൊക്കെ അവർ ഒരുക്കി കഴിഞ്ഞു. അതിൻ്റെ 40,000-ഓളം പട്ടാളക്കാർ, 30 ടാങ്കർ വിമാനങ്ങൾ, പിന്നെ F-35, X-16, F-22 അടക്കമുള്ള യുദ്ധവിമാനങ്ങൾ, പിന്നെ ചൈന കടലിലുണ്ടായിരുന്ന വിമാനവാഹിനി കപ്പൽ ഇതിനോടകം തന്നെ മിഡിൽ ഈസ്റ്റിലേക്ക് പോയി കഴിഞ്ഞു. മറ്റ് വിമാനവാഹിനി കപ്പലുകളൊക്കെ തയ്യാറാണ്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് ഇനി ഒരു ഔപചാരിക ചടങ്ങ് മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം ഒരുങ്ങി കഴിഞ്ഞാൽ. ഇതിനോടകം തന്നെ ഇസ്രയേലിന് ഒരു എയർ ഡിഫൻസ് സംവിധാനം ഒരുക്കി കൊടുക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയാണ്. അപ്പോൾ ഇവർ നേരിട്ട് ഇതുവരെ ഇറങ്ങിയില്ലെങ്കിലും ഓൾറെഡി കളത്തിലുണ്ട് അമേരിക്ക. ഇപ്പോൾ ഇറാനിൽ വരുന്ന പല മിസൈലുകളും അമേരിക്കൻ നാവികസേനയുടെ കപ്പലുകളാണ് പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കെ ഒരു നേരിട്ട് അങ്ങോട്ട് പ്രവേശിക്കുന്ന ഒരു ടെക്നിക്കൽ ഫോർമാലിറ്റി മാത്രം അവശേഷിക്കുക. ഇപ്പോൾ ട്രംപ് ഒരു തീരുമാനം എടുത്തേക്കാണ്, ഒരു 2 ആഴ്ച കൂടെ കാത്തിരിക്കാം. ഈ 2 ആഴ്ച കാത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ചർച്ചകൾക്കുള്ള സാധ്യതയുണ്ടോ എന്നുള്ള നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ട്രംപിന് ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, ഈ പറയുന്ന ഇറാൻ ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിടണം. കൂടാതെ അവിടെ ഒരു അധികാരമാറ്റത്തിന് സാധ്യതയുണ്ടെങ്കിൽ ചിലപ്പോൾ അത് സംഭവിച്ചേക്കാം. അതാണ് ട്രംപിൻ്റെ പ്രത്യക്ഷത്തിലുള്ള അജണ്ട. ഹിഡൻ അജണ്ട ഇറാനിൽ നിന്ന് അയാളുടെ സർവ്വ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അവിടുന്ന് എണ്ണ എടുത്തുകൊണ്ട് പോകണം എന്നുള്ളതാണ് ട്രംപിൻ്റെ അപ്രഖ്യാപിത നിലപാട്. അപ്പോൾ ഇപ്പോൾ UK-ക്കും സമാനമായ ഒരു നിലപാടാണുള്ളത്. അതായത് ഇസ്രയേൽ എന്ന പോലെ അമേരിക്കയുടെ ഉറ്റ ചങ്ങാതിയാണ് UK, അതായത് ബ്രിട്ടനും ഒരു ചർച്ചയുടെ സാധ്യത എത്രത്തോളം ഉണ്ടെന്നാണ് UK-യും ചിന്തിക്കുന്നത്. അപ്പോൾ UK-യുടെ വിദേശകാര്യ സെക്രട്ടറിയും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയും ഇത് സംബന്ധിച്ചൊരു ചർച്ച നടത്തി. ഈ ബ്രിട്ടൻ്റെ വിദേശകാര്യ സെക്രട്ടറി ഇനി ഫ്രാൻസിൻ്റെയും യൂറോപ്യൻ യൂണിയൻ്റെയും പ്രതിനിധികളെ ഇത് സംബന്ധിച്ച് കാണും. ഇറാൻ്റെ വിദേശകാര്യ മന്ത്രിയുമായും ഈ ബ്രിട്ടൻ്റെ വിദേശകാര്യ സെക്രട്ടറി ചർച്ച നടത്തും. അപ്പോൾ ഇതിൽ നിന്ന് ഒരു ഫോർമുല ഉരുത്തിരിയും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെ തന്നെ ഇറാൻ ഒരു നിലപാട് മുന്നോട്ട് വച്ചിരുന്നു. അതായത് ചില മുസ്ലിം രാഷ്ട്രങ്ങളെ ഒമാൻ അടക്കമുള്ള ചില മുസ്ലിം രാഷ്ട്രങ്ങളെ സമീപിച്ചിട്ട് ട്രംപിനോട് സംസാരിക്കണം, നിങ്ങൾ ഇസ്രയേലിനെ സമ്മർദ്ദം ചെലുത്തണം, അതുവഴി ഈ വെടിനിർത്തൽ കരാറിലേക്ക് എത്തണം. അതിനു പകരം അവർ ഓഫർ വെച്ചിരുന്നത് ഈ ആണവ നിർവ്യാപന കരാറുമായിട്ട് ഇറാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു കടുംപിടുത്തമുണ്ട്, അതിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്യാമെന്നായിരുന്നു ഇറാൻ്റെ ഓഫർ. അപ്പോൾ ഈ തരത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോയാൽ വലിയ താമസമില്ലാതെ ഒരു ചർച്ചയ്ക്ക് സാധ്യതയുണ്ട്. അതിൽ ഏതെങ്കിലും തരത്തിലൊരു ഒത്തുതീർപ്പിലേക്ക് എത്തും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ആ ഒത്തുതീർപ്പ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇറാൻ്റെ ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിടലും അവിടുത്തെ അയത്തുള്ള അലി ഖമീനിയുടെ നേതൃത്വത്തിലുള്ള ഭരണം മാറുന്നതും അടക്കമുള്ള കാര്യത്തിലേക്ക് എത്തിയില്ല എങ്കിൽ ഒരുപക്ഷെ ഈ യുദ്ധം ഇനി തുടരും, വലിയൊരു നാശനഷ്ടം ഉണ്ടാവും. ഈ ഇറാൻ ഇപ്പോൾ 2 ആഴ്ചത്തെ സമയമാണ് അമേരിക്ക നൽകിയിരിക്കുന്നത്. ഒരു 2 ദിവസം മുൻപ് പരമോന്നത നേതാവെന്ന് പറയുന്ന അയത്തുള്ള അൽ ഖമേനി പറഞ്ഞത്, ഞങ്ങൾ ഒരു കാരണവശാലും യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല, നിങ്ങൾ ബോംബിട്ടാൽ ഞങ്ങളും തിരിച്ചിടും, നിങ്ങൾ മിസൈലുകൾ വർഷിച്ചാൽ ഞങ്ങളും തിരിച്ചത് തന്നെ ചെയ്യും, നിങ്ങൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ ഇരട്ടിക്ക് ഉള്ള പ്രഹരമായിരിക്കും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു നിലപാടെടുക്കുന്ന ഒരു രാജ്യം, ഈ 90% യുറേനിയമൊക്കെ സമ്പുഷ്ടീകരിച്ച് നിൽക്കുന്ന ഒരു രാജ്യം, പെട്ടെന്നൊരു ചർച്ചയ്ക്കും പിന്മാറ്റത്തിനും തയ്യാറാവാൻ സാധ്യതയുണ്ടോ? അവരെ സംബന്ധിച്ച് ഇനി നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. കാര്യം ഇസ്രയേലിൻ്റെ വ്യോമാക്രമണം, അതായത് ഇസ്രയേൽ വ്യോമസേന ഇപ്പോൾ ഇറാൻ്റെ ആകാശം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അവർക്കിപ്പോൾ മുൻപ് ആദ്യ ദിവസങ്ങളിലൊക്കെ ചെറിയ രീതിയിലുള്ളൊരു പ്രതിരോധം അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇറാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം പാടെ തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. ഇസ്രയേലിൻ്റെ ബോംബർ വിമാനങ്ങൾക്ക് എവിടെയും കടന്നു ചെല്ലാം, എവിടെയും ബോംബിടാവുന്ന അവസ്ഥയിലാണ്. അവരിപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുന്ന ഈ അയത്തുള്ള അലി ഖമീനിയായി ഒളിച്ചിരിക്കുന്ന ഈ തുരങ്കം എവിടെയാണെന്നുള്ളതാണ്. അത് കണ്ടെത്തിയാൽ ഒരുപക്ഷെ അയാളും വധിക്കപ്പെടും. ഇപ്പോൾ അദ്ദേഹം ഒരു വീഡിയോ പ്രസ്താവനയിൽ പറഞ്ഞേക്കുന്നത്, അമേരിക്ക ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കണ്ട, ഇതൊക്കെ കണ്ട് പേടിപ്പിക്കുന്നവരോട് പേടിപ്പിച്ചാൽ മതി എന്നുള്ളൊരു നിലപാടാണ് എടുത്തത്. കൂടാതെ ഞങ്ങളുടെ നേരെ ഏതെങ്കിലും രീതിയിൽ ആക്രമണം നടത്തിയാൽ അമേരിക്കയ്ക്ക് ദുഃഖിക്കേണ്ടി വരും, വലിയ രീതിയിൽ തിരിച്ചടിക്കും. എന്ത് വെച്ച് തിരിച്ചടിക്കാനാണ്?
ഒന്നുമില്ല. അമേരിക്കയുടെ ഒക്കെ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് ഇറാനുണ്ട്. അത് ഈ പാണ്ടിലോറിക്ക് മുമ്പ് ഈ തവള പോയി മസിൽ പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അത് ബുദ്ധിപരമല്ല. അതായത് ഒരേ ശക്തികളുമായി ഏറ്റുമുട്ടാൽ ഓക്കെയാണ്. കരുത്തനോടൊരിക്കലും ഏറ്റുമുട്ടാൻ പാടില്ല, സന്ധി ചെയ്യണം, അതാണ് യുദ്ധതന്ത്രം. പക്ഷെ അതിവരും മനസ്സിലാക്കിയില്ലെങ്കിൽ സർവനാശം ഉണ്ടാവും, അതുറപ്പാണ്. ഇപ്പം നിലവിൽ ഇറാൻ പ്രതീക്ഷിക്കുന്നത് അമേരിക്ക തങ്ങൾക്കെതിരെ ആക്രമണം നടത്തിയാൽ ചൈന, റഷ്യ, ഉത്തര കൊറിയ പോലുള്ള രാജ്യങ്ങൾ അവരുടെ സഹായത്തിന് എത്തുമെന്നാണ്. പക്ഷേ ചൈന എത്തുമെന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യം, ചൈന ഇതിനോടകം തന്നെ അമേരിക്കയുമായി ഒരു വ്യാപാര യുദ്ധം കഴിഞ്ഞ് അതിൻ്റെ ക്ഷീണത്തിൽ ഇരിക്കുകയാണ്. അപ്പോൾ ചൈന ഈ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അമേരിക്ക വീണ്ടും പിണങ്ങും. അപ്പോൾ അതുകൊണ്ട് ചൈനയെ പ്രതീക്ഷിക്കേണ്ടതില്ല. റഷ്യയിലെ പുടിനും ട്രംപുമായിട്ട് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യാസം, മുൻ അമേരിക്കൻ പ്രസിഡന്റ് റഷ്യൻ പ്രസിഡന്റുമാരുമായിട്ട് പോലുള്ളതല്ല. ഇവർ തമ്മിൽ നല്ല ടേംസ് ആൻഡ് കണ്ടീഷൻസിലാണ് പോകുന്നത്. ചില സമയത്ത് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമെങ്കിലും പുടിനുമായിട്ട് ട്രംപിന് ഒരു വ്യക്തിപരമായ നല്ല ബന്ധമാണുള്ളത്. അപ്പോൾ അതുകൊണ്ടും റഷ്യ ഒരു അമേരിക്കയെ പ്രത്യക്ഷത്തിൽ പിണക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യുമോയെന്ന് കരുതേണ്ടതില്ല. പിന്നെ ഉത്തര കൊറിയ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു സാധ്യത വളരെ കുറവാണ്, ഉത്തര കൊറിയയ്ക്ക് ഇതിൽ വരുമെന്ന്. പക്ഷേ മറ്റ് മുസ്ലിം രാഷ്ട്രങ്ങളുണ്ടല്ലോ, അവരുടെ ഒരു കൂട്ടായ്മ ഈ രംഗത്തേക്ക് വന്നാൽ മാത്രമാണ് ഏതെങ്കിലും രീതിയിൽ ചെറിയ രീതിയെങ്കിലും ഇറാന് പിടിച്ചു നിൽക്കാൻ പറ്റുക. പക്ഷേ അതിൽ പ്രധാന സംഗതിയായ പാകിസ്ഥാൻ്റെ സർവ്വസൈന്യാധിപൻ, അതായത് ഫീൽഡ് മാർഷൽ മുനീർ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ ചെന്നിരുന്നു. അതായത് ബൈഡൻ ഭരണകൂടം ഉണ്ടായിരുന്നപ്പോൾ പാകിസ്ഥാൻ്റെ ഭരണ നേതാക്കളുമായിട്ട് ഏതെങ്കിലും തരത്തിലൊരു ബന്ധം പോലും ഉണ്ടായിരുന്നില്ല. ഇതിന് മുമ്പത്തെ പ്രധാനമന്ത്രി ഉണ്ടല്ലോ, ക്രിക്കറ്റ് താരം ഇമ്രാൻഖാനോട് പോലും കാണിക്കാത്ത സ്നേഹവും മമതയുമാണ് അവിടുത്തെ പ്രധാനമന്ത്രി അല്ലാത്ത സൈനിക മേധാവിയോട് ട്രംപ് കാണിച്ചത്. ഒരുപക്ഷെ അയാൾ അടുത്ത പ്രധാനമന്ത്രി ആകുമായിരിക്കും. അവിടെ ഈ ഭരണമാറ്റം പട്ടാളം ഭരിക്കുന്ന നമുക്ക് പുത്തരിയല്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ട് ഇയാൾ അവിടെ വന്നു? രണ്ട് ഉദ്ദേശങ്ങളാണ്. ഒന്ന്, ഇയാൾക്ക് പാകിസ്ഥാനിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് കുറച്ച് ആയുധങ്ങളൊക്കെ വേണം, അയാളുടെ ആവശ്യം അതാണ്. പക്ഷേ ട്രംപിൻ്റെ ആവശ്യം, പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇറാൻ്റെ അയൽ രാജ്യമാണ്. അപ്പോൾ ഇറാനെതിരെ അമേരിക്ക ഒരു സൈനിക നടപടിയിലേക്ക് പോകുമ്പോൾ പാകിസ്ഥാൻ്റെ സപ്പോർട്ട് വേണം. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കൻ സേന ഇടപെട്ടപ്പോൾ പാകിസ്ഥാൻ്റെ എതിർപ്പൊന്നുമില്ല, ഏതാണ്ട് മൗനാനുവാദം കൊടുത്തിരുന്നു. ഇപ്പോൾ ഒസാമ ബിൻ ലാദനെ പാകിസ്ഥാനിലാണ് വധിച്ചതെങ്കിലും പാകിസ്ഥാൻ ഒരു പരിധിവരെ അമേരിക്കയ്ക്ക് സഹായകരമായ നിലപാടാണ് എടുത്തിരുന്നത്. ഇപ്പോൾ ഇറാൻ്റെ കാര്യത്തിലും പാകിസ്ഥാൻ മിണ്ടാതിരുന്നോണം എന്നുള്ളതാണ് ട്രംപിൻ്റെ നിലപാട്. ഒരു പക്ഷേ ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ടാകും, നിങ്ങളുടെ വ്യോമ മേഖലയും നിങ്ങളുടെ സൈനിക താവളങ്ങളും ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിട്ടുതരേണ്ടി വരുമായിരിക്കും. ചിലപ്പോൾ അതിന് സമ്മതിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷേ ട്രംപിൻ്റെ ഉദ്ദേശം ഇതാണ്. പിന്നെ ട്രംപ് ഇപ്പോൾ കളിക്കുന്ന ഒരു ഡബിൾ പ്ലേ ഉണ്ട്. അതായത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പുള്ളിയാണല്ലോ തീർത്തത്. പിന്നെ ഈ പറയുന്ന ഇറാൻ ഇസ്രയേൽ സംഘർഷവും പുള്ളി ഇടപെട്ട് തീർക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരിൽ ലോകത്തിൻ്റെ സമാധാനത്തിൻ്റെ മാടപ്രാവ് എന്ന നോബൽ സമ്മാനം ഇദ്ദേഹത്തിന് വേണം. അപ്പോൾ കഴിഞ്ഞ തവണ ഒരു ശ്രമം നടത്തിയെന്ന് പാളിപ്പോയിരുന്നു. അപ്പോൾ ഇത്തവണ ആഞ്ഞു പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് രണ്ടാഴ്ചത്തെ സമയം. അപ്പോൾ ഇപ്പോൾ അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ട്രംപിന് രണ്ട് ഉദ്ദേശങ്ങളാണുള്ളത്. ഒന്ന്, ഈ പറഞ്ഞ പോലെ ഒരു സമ്മാനം അടിച്ചെടുക്കുക. പ്രധാന ഉദ്ദേശം ഇറാനിൽ ഇടപെടുക. ഈ ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഇപ്പോൾ ഒരു പുതിയ തന്ത്രം എടുത്തിരിക്കുന്നു എന്നാണ് എണ്ണ വിലയോ. കാരണം ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇറാൻ. ആ ഇറാൻ ഇപ്പോൾ എണ്ണ ഉൽപ്പാദന അല്ലെങ്കിൽ എണ്ണ വില കുത്തനെ ഉയർത്തി ഇറാനെതിരെ നിൽക്കുന്ന രാജ്യങ്ങൾക്ക് വമ്പൻ പണി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നൊക്കെയുള്ള ചില റിപ്പോർട്ടുകൾ വരുന്നു. അത് എത്രത്തോളം ശരിയാണ്? ഇപ്പോൾ ഇറാൻ എണ്ണ വില സ്വയമേ അവിടെ ഉയർത്തിയില്ലെങ്കിൽ പോലും ഒരു യുദ്ധ അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വില ഉയരും. ഇപ്പോൾ ഉന്തിനപ്പോൾ ഒരു തള്ള് എന്ന രീതിയിലായിരിക്കും ഇറാൻ ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത്. ഇപ്പോൾ അവർ എണ്ണ വില അവരായിട്ട് കൂട്ടിയാലും ഇല്ലെങ്കിലും ശരി, സ്വാഭാവികമായി എണ്ണ വിലയിൽ വലിയ വർധന ഉണ്ടായിട്ടുണ്ട്. അതായത് ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ, പ്രത്യേകിച്ചും ഈ മിഡിൽ ഈസ്റ്റാണ് എണ്ണ ഉൽപ്പാദന മേഖല. അവിടെ ഏതെങ്കിലും ഉണ്ടാകുന്ന ചെറിയ രീതിയിലുള്ളൊരു അസ്വസ്ഥത പോലും അന്താരാഷ്ട്ര എണ്ണ വിലയിൽ വലിയ രീതിയിൽ ബാധിക്കും. ഒറ്റ ദിവസം കൊണ്ട് 2% ഒക്കെയാണ് വില കൂടിയത്. ഈ 2% എന്ന് കേൾക്കുമ്പോൾ നമ്മൾ നിസ്സാരം 2% അല്ലേ ഉള്ളൂ. അങ്ങനെയല്ല, ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് ഒരു ദിവസം എണ്ണയിൽ ഇടപാട് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ 2% ഒന്ന് ആലോചിക്കുമ്പോൾ ഭീമമായൊരു തുകയാണ്. അത്രയും രൂപയുടെ വർധന ഒരു ദിവസം കൊണ്ടൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത്. കാര്യം ഇന്ത്യ നമുക്ക് ആവശ്യമുള്ളതിൻ്റെ ഏതാണ്ട് 80-85% നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതാണ് എണ്ണ. നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ വളരെ കുറച്ചേ ഉള്ളൂ. അമേരിക്കയ്ക്ക് അങ്ങനെയില്ല കേട്ടോ. അമേരിക്കയ്ക്ക് അവരുടെ ആവശ്യത്തിൻ്റെ പകുതിയോളം തന്നെ അവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും കൊതി തീരാഞ്ഞിട്ടാണ് അവർ ഈ മിഡിൽ ഈസ്റ്റിൽ പോയി
ഇറാഖിനെയും ഇപ്പോൾ ഇറാനെയൊക്കെ ലക്ഷ്യം വെക്കും. ഇറാഖിൽ നിന്ന് അവർ അവരുടെ ഉദ്ദേശം സാധിച്ചു. സദാം ഹുസൈന് അവിടെ ഇതേപോലെ എന്തോ വലിയ മാരകായുധങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് സൈനിക നടപടി തുടങ്ങിയത്. സദാം ഹുസൈനെ വധിച്ചു എന്നല്ലാണ്ട് അവിടെ അത്തരം ഒരു മാരകശേഷിയുള്ള ആയുധമൊന്നും അമേരിക്കയ്ക്ക് കിട്ടിയൊന്നുമില്ല. അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാക്കി അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു ഭരണകൂടത്തെ കൊണ്ടുവന്നു. അവർക്ക് ആവശ്യമനുസരിച്ച് എണ്ണ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. സമാനമായൊരു സ്ട്രാറ്റജിയാണ് ഇറാൻ്റെ കാര്യത്തിലും അമേരിക്ക പ്രയോഗിക്കാൻ പോകുന്നത്. അവിടെ ആയത്തുള്ള അലി ഖമീനിയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തെ അട്ടിമറിക്കുക, പുതിയ അമേരിക്കയുടെ ആജ്ഞാനുവർത്തിയായ ഒരു ഭരണകൂടത്തെ പ്രതിഷ്ഠിക്കുക, എന്നിട്ട് ഈ പറയുന്ന പോലെ എണ്ണ ആവശ്യാനുസരണം ഖനനം ചെയ്യുക. ഈ പറയുന്ന പോലെ അവിടെ ആറ്റം ബോംബ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇപ്പോഴും അജ്ഞാതമാണ്. ആറ്റം ബോംബിൻ്റെ പേരിലാണ് ഈ യുദ്ധം നടക്കുന്നതെങ്കിലും എന്തായാലും അമേരിക്ക ഇപ്പോൾ ഒരു 2 ആഴ്ച സമയം കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ അറിയാം ഒരു കലങ്ങി തെളിയോ ഇല്ല എന്നുള്ളത് അപ്പോൾ അറിയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.